ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന 5 മെമ്മറി കോഡ്സ് ആണ്. അതായത് സ്റ്റോക്ക് GKയിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് വരുന്ന 5 കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബയോളജിയുടെ ക്ലാസ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂസിങ് ആവുകയാണ് നമ്മുടെ വൈറ്റമിൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വൈറ്റമിൻസ് B1 മുതൽ B12 വരെയുള്ളത് ഒന്ന് കോഡാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് ഉണ്ട്. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ. അടുത്ത ദിവസം നമ്മളത് ഉറപ്പായിട്ടും ക്ലാസ് ആയിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതോടുകൂടി ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഓർമ്മയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കോഡ്സ് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ പഠിച്ച് അതാണ് ഏറ്റവും നല്ലതെങ്കിൽ എപ്പോഴും നമുക്ക് കംഫർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ കോഡായിട്ടുള്ള 5 കോഡാണ്. ഈ 5 കോഡ് കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 2 മാർക്കെങ്കിലും ഈ LDC 2024 നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇന്ന് പാർട്ട് 4 ആണ്. നമ്മളിപ്പോൾ 3 പാർട്ട് കംപ്ലീറ്റ് ആയി മെമ്മറി കോഡ്സ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുത്തു. അതേപോലെ തന്നെ എന്താണ് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്താണ് പ്രാർത്ഥനയും എല്ലാം കൂടെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് വൈറ്റമിൻസിൻ്റെ ആണ്. അപ്പോൾ വൈറ്റമിൻസ് B1 മുതൽ B12 വരെ പഠിച്ചിരിക്കാനുള്ള സിമ്പിൾ കോഡാണ്. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഡ് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും ഇനിയും തുടർന്നും, കാരണം നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കോഡ്സ് ഇനിയും വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിട്ടില്ല കോഡുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും പഠിച്ച് സെറ്റായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് നോക്കാം. അതായത് വൈറ്റമിൻ B1 മുതൽ B12 വരെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, വൈറ്റമിൻ B1 മുതൽ B12 വരെ അതിനുള്ള കോഡാണ്. തറയിൽ നിന്നും കിട്ടിയ 5 പാൻറ്റും 6 പരിചയും 7 ബനിയനും വിറ്റ് 9 ബോളിയും 12 കുപ്പി സയനൈഡും വാങ്ങി. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. അതായത് ഈ പറയുന്ന ഓർഡർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് നോക്കിയേ, 5 പാൻറ്റും തറയിൽ നിന്നും കിട്ടിയ 5 പാൻറ്റ്. അപ്പോൾ തറയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 5 പാൻറ്റും 6 പരിചയും അതേപോലെ തന്നെ 7 ബനിയനും. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് തറയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഒന്ന് 5 പാൻറ്, 6 പരിച, 7 ബനിയൻ. ഈ 3 സാധനവും നമ്മൾ എന്ത് ചെയ്തു, വിറ്റു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വാങ്ങി, 9 ബോളിയും 12 കുപ്പി സയനൈഡും വാങ്ങി എന്ന് ഓർത്താൽ മതി. നമുക്ക് B1 മുതൽ B12 വരെ ഉള്ളത് സിമ്പിൾ ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ സെറ്റ് ആവും. നോക്കി, അതായത് തറയിൽ നിന്നും കിട്ടിയ 5 പാൻറ്റും 6 പരിചയും, 5 പാൻറ്റും 6 പരിചയും 7 ബനിയനും. അപ്പൊ തറയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 3 സാധനങ്ങളാണ് കിട്ടിയത്. ഒന്ന് 5 പാൻറ്, 6 പരിച, 7 ബനിയൻ. ഈ 3 സാധനങ്ങളും വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വാങ്ങി, 9 ബോളിയും 12 കുപ്പി സൈനൈഡും വാങ്ങി എന്ന് ഓർത്താൽ മതി. 9 ബോളിയും 12 കുപ്പി സൈനൈഡും. അപ്പൊ നോക്കിയ മക്കളെ, അതായത് തറയിൽ നിന്നും B1 ആണ് എന്ന് പറയുന്നത്. B1 തയാമിൻ. ഓക്കെ, തറയിൽ നിന്നും രണ്ടാമത്തെ ലെറ്റർ റ എടുത്തു. അപ്പൊ എന്താണ്, റൈബോഫ്ലാവിൻ. അപ്പൊ തറയിൽ നിന്നും എന്നുള്ളതിൽ തന്നെ എന്തുണ്ട്, നമുക്ക് B1 ഉണ്ട്, അതേപോലെ B2 ഉണ്ട്. B1 തയാമിൻ ത, B2 റൈബോഫ്ലാവിൻ റ. അപ്പൊ രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഇനി തറയിൽ നിന്നും നീ എന്ന് പറയുമ്പോൾ ഏതാണ്, B3 നിയാസിൻ ആണ്. B3 നിയാസിൻ. അപ്പോ തറയിൽ നിന്നും 3 നമുക്ക് കിട്ടി. B1 തയാമിൻ, അതേപോലെ തന്നെ റായിൽ നിന്നും റൈബോഫ്ലാവിൻ, നിന്നും എന്നുള്ളതിൽ നീയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, നിയാസിൻ കിട്ടി. ഇനി അടുത്ത് നോക്കി, 5 പാൻറ്റാ എന്ത് കിട്ടിയത്, തറയുന്ന 5 പാൻറ്. അപ്പൊ എന്താണ്, B5 പാൻറ്റോതെനിക് ആസിഡ്. B5 പാൻറ്റോതെനിക് ആസിഡ്. 6 പരിചയും, 6 പരിച. അപ്പൊ എന്താണ്, 6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. അടുത്ത് എന്താണ്, 7 ബനിയൻ. 3 സാധനം കിട്ടിയേ. അപ്പൊ എന്തൊക്കെയാ, 5 പാൻറ്, 6 പരിച, 7 ബനിയൻ. അപ്പോൾ B6 പിരിഡോക്സിൻ, B7 എന്ന് പറയുന്നത് ബയോട്ടിൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ, പാൻറ് കിട്ടി, 5 പാൻറ്, അതേപോലെ തന്നെ 6 പരിച,
അതേപോലെ തന്നെ എന്താണ് 7 ബയോട്ടിൻ. അപ്പോൾ എന്താണ് ബെനിയൻ ബയോട്ടിൻ. ഇനി നോക്കിയേ B9 എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 സാധനവും വിറ്റ് നമ്മൾ എന്താ വാങ്ങിയേ, 9 ബോളിയും 12 കുപ്പി സൈനൈഡ് വാങ്ങിയേ. 9 ബോളിയും 12 കുപ്പി സൈനൈഡ്. നോക്കിയേ 9 അതാണ് എന്ത്, ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്. 12 കുപ്പി സയനൈഡ്, എന്താണ് 12 B12 സൈനോകോബാലമിൻ. വളരെ സിമ്പിൾ കോഡാണ്, നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ കൺഫ്യൂസിങ് ആണെന്ന് കുറേ ആളുകൾ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത് കോഡാക്കിയത്. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ എല്ലാം ഓർത്തിരിക്കാൻ പറ്റും, B1 മുതൽ B12 വരെയും. അപ്പോൾ B1 തയമിനാണ് ത, അടുത്തത് റ എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ, നിന്നും എന്ന് പറയുന്നത് നീയാണ് നിയാസിൻ. ഇനി 5 പാൻറ് കിട്ടിയത്, അപ്പോൾ 5 പാൻറ്റോതെനിക് ആസിഡ്, 6 എന്താണ് പിരിഡോക്സിൻ, 7 ബയോട്ടിൻ. അതുകൊണ്ട് ഇത് 3ഉം വിറ്റ് നമ്മൾ എന്ത് വാങ്ങി, 9 ബോളി B9 ഫോളിക് ആസിഡ്, അതേപോലെ തന്നെ എന്താണ് 12 കുപ്പി സയനൈഡ്, അതായത് B12 സൈനോകോബാലമിൻ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കോഡിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ പഠിക്കാട്ടോ. ഞാൻ ഒരിക്കലും പറയാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യാം. നമ്മുടെ കംഫർട്ട് എന്താണോ അത് മാത്രം എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഇത് എപ്പം നിങ്ങൾക്ക് എക്സാമിൽ വരുമ്പോഴും സിമ്പിളായിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് അത് സെറ്റ് ആവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എന്ത് ചെയ്യുക, കോഡ്സൊക്കെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി വൈസ്രോയുടെ കോഡ് എപ്പോഴും നമുക്ക് ഏകദേശം 15 വൈസ്രോയിസും 20 അതായത് 15 ഗവർണർ ജനറൽമാരും 20 വൈസ്രോയിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പഠിക്കും അടുത്ത ദിവസം ക്ലാസ്സിൽ. അപ്പോൾ അതിക്ക് മുന്നേ ഞാൻ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന പറയാം. അതായത് ഇത് നമ്മൾ ഗവർണർ ജനറൽ ആണ് കേട്ടോ, GG എന്ന് ഇട്ടേക്കണത്. ഇത് വൈസ്രോയി, ഇതും ഗവർണർ ജനറൽ. അതേപോലെ തന്നെ ഇത് ബ്രിട്ടീഷ് ഇന്ത്യ, ഇതും ബ്രിട്ടീഷ് ഇന്ത്യ. ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യ ഇന്ത്യയിലാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നിട്ടേക്കണേ കേട്ടോ. ഇനി ഗവർണർ ജനറൽ നോക്കി, ഇത് പഠിക്കാനായിട്ടുള്ള സിമ്പിൾ കോഡാണ് ഈ പറയുന്നത്. വീക്ക കാമോ മോര, വീക്ക കാമോ മോര എന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ അത് നമുക്ക് എന്ത് കിട്ടും, വൈസ്രോയിസ്. നമുക്ക് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അത് നോക്കിയേ, ഗവർണർ ജനറൽ ആണ് കേട്ടോ. ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആരാ, ഫസ്റ്റ് കിടക്കണു. അതായത് ഗവർണർ ജനറൽ ഫസ്റ്റ് കിടക്കണ ഏതാ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ, അതാണ് വില്യം ബെന്റിക്. ഓക്കെ, വില്യം ബെന്റിക് ആണ് ആദ്യത്തെ. എപ്പോഴും PSC ചോദിക്കണം, നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആവും, വില്യം ബെന്റിക് ആണോ, കാനിങ് ആണോ, മൗണ്ട് ബാറ്റൻ ആണോ, അങ്ങനെ എപ്പോഴും കൺഫ്യൂസിങ് വരും. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചാൽ മതി. വീക്ക കാമോ മോറ, വീക്ക കാമോ മോര എന്ന് ഓർത്താൽ മതി. അപ്പൊ നോക്കിയേ ഗവർണർ ജനറൽ, അപ്പൊ ഫസ്റ്റത്തെ ആരാ, വില്യം ബെന്റിക്. ഓക്കെ, ഇത് ഫസ്റ്റത്തെ ആണ്. അപ്പൊ ഇതായിരിക്കും എന്ത്, രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ എന്ന് പറയണതാണ് ഈ രണ്ടാമത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അവസാനത്തെ ആണ് ആര്, അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത്, ക്യാനിങ് പ്രഭു. എപ്പോഴും കൺഫ്യൂസിങ് ആണ് നമുക്കിത്. അപ്പോൾ ആദ്യത്തെ വില്യം ബെന്റിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ, അവസാനത്തെ ക്യാനിങ് പ്രഭു ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, വൈസ്രോയി ആദ്യത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് തെറ്റിക്കും. ആദ്യത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആരാ, ക്യാനിങ്. നോക്കിയേ കാ, വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ക്യാനിങ് പ്രഭു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാണ്, മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്, മൗണ്ട് ബാറ്റൻ പ്രഭു. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്, അത് മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ, ആരാണ്, മൗണ്ട് ബാറ്റൻ ആണ്, ദേ മൗണ്ട് ബാറ്റൻ. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ, അവസാനത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അതാണ് C രാജഗോപാല ആചാരി. ഓക്കെ, അപ്പൊ C രാജഗോപാലാചാര്യാണ് എന്ത്, ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലും ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആരാന്ന് ചോദിച്ചാൽ ആരാണ്, C രാജഗോപാലാചാരി. അപ്പൊ എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും മാത്രം ഓർത്താൽ മതി. വീക്ക കാമോ മോറ എന്ന് ഓർത്താൽ മതി. നമുക്കിത് എപ്പോഴും കൺഫ്യൂസിങ് ആണ് മക്കളെ. ഉറപ്പായിട്ടും PSC എക്സാമുകൾ, അതായത് LDC LGSനൊക്കെ ചോദിക്കേണ്ട, ഡിഗ്രി ലെവലും ചോദിക്കേണ്ട ഒരു സംഭവമാണിത്. അപ്പോൾ ഓർത്തു വെച്ചാൽ മതി. വില്യം ബെന്റിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. അതേപോലെ ക്യാനിങ് പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഇനി മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇനി C രാജഗോപാലാചാരി ആര്, ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലും ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് C രാജഗോപാലാചാരി. സേലത്തെ മാമ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ C രാജഗോപാല ആചാര്യാണ്. ഓക്കെ,
അപ്പൊ അത് പോട്ടെ. ഇനി അടുത്ത ചോദ്യമാണ് ബോക്സൈറ്റ്. കോഡ് 3 ആണ് ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് സ്ഥലം എന്നാണ് ചോദിക്കുന്നത്. അത് ഇങ്ങനെ ഓർത്താൽ മതി, നീല ബോക്സ് ഓടയിലാണ്. നീല ബോക്സ് ഓടയിലാണ്. അപ്പൊ നോക്കി, നീല അതായത് കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടിയ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീലേശ്വരമാണ്, കാസർഗോഡ്. ഓക്കെ, അപ്പോൾ നീലേശ്വരമാണ് എന്ത്, ബോക്സൈറ്റ് നിക്ഷേപം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നീലേശ്വരം, കാസർഗോഡ്. ഇനി ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മക്കളെ, അത് ഒഡീഷയാണ്. ഓക്കെ, അപ്പൊ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയും, ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും എന്താണ് കൂടിയ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നീലേശ്വരമാണ്. ഇനി ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ്, അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ. നീല ബോക്സ് ഓടയിൽ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലേശ്വരമാണ്, അത് കാസർഗോഡാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഒഡീഷയിലാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് 4ാമത്തെ കോഡിലേക്ക് പോവാം. 4ാമത്തെ കോഡ് എന്ന് പറയുന്നത് 1965 പ്രത്യേകതയാണ്. PSC എക്സാമുകളിൽ എത്ര തവണ 1965 കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കണക്കുമില്ല. അത്രത്തോളം തവണ ചോദിച്ചേക്കുന്നതാണ് 1965 വർഷത്തിന്റെ പ്രത്യേകത. അതിന്റെ കോഡാണ് KSRTCയിൽ ചെമ്മീൻ കയറ്റിയപ്പോൾ BSFകാർ കുഴലെടുത്ത് വെടിവെച്ചു. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 1965 ആര് KSRTCയിൽ ചെമ്മീൻ കയറ്റിയപ്പോൾ BSFകാർ കുഴലെടുത്ത് വെടിവെച്ചു എന്ന് ഓർത്താൽ മതി. അപ്പൊ 1965 പ്രത്യേകതകൾ മൊത്തം അതിൻ്റെ അകത്ത് അങ്ങ് സെറ്റാണ്. നോക്കി, KSRTCയിൽ ചെമ്മീൻ കയറ്റിയപ്പോൾ BSFകാർ കുഴലെടുത്ത് വെടിവെച്ചു. KSRTC അതായത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകൃതമായ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1965. അതാണ് KSRTCയിൽ. ഇനി നോക്കിയേ, 1965 ചെമ്മീൻ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ചെമ്മീൻ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1965. ചെമ്മീൻ സിനിമ സംവിധാനം ചെയ്ത് നമുക്കറിയാം, രാമു കാര്യാട്ടിന്റെ സിനിമയാണെന്നുള്ളത്. ഇനി അടുത്തതാണ് എന്ത്, KSRTC ബസ്സിൽ എന്ത് ചെയ്തു, ചെമ്മീൻ കയറ്റി. ഓക്കെ, അപ്പൊ ആരാ കുഴലെടുത്ത് വെടിവെച്ചത്? BSFകാരാ കുഴലെടുത്ത് വെടിവെച്ചത്. അപ്പൊ എന്താണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകൃതമായത് എന്നാന്ന് ചോദിച്ചാൽ 1965. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകൃതമായത് 1965. BSFകാർ എന്തെടുത്താ വെടിവെച്ചത്? കുഴലെടുത്ത് വെടിവെച്ചു. ഓക്കെ, കുഴലെടുത്താണ് വെടിവെച്ചതെന്ന് ഓർത്ത് കഴിയുമ്പോൾ നോക്കിയേ, ഓടക്കുഴൽ അവാർഡ് അതായത് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന് G ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓടക്കുഴൽ? അപ്പോൾ കുഴൽ എന്ന് പറയുമ്പോൾ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന് G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് 1965. അപ്പോൾ 1965 PSCക്ക് എന്നും പ്രിയപ്പെട്ടതാണ്, ഓർത്തു വെച്ചോ. 1 മാർക്ക് നമുക്ക് അവിടെ സെറ്റാണ്. ഓക്കെ, അടുത്തതാണ് 1952. ഇതും എപ്പോഴും ചോദിക്കാറുണ്ട്, 1952 പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത്. അതാണ് 1952 പ്രത്യേകതകളാണ്. കലി കയറി SSLC എഴുതിയ 52 പേർക്ക് ദേശീയ വികസന സമിതിയിൽ ജോലി കിട്ടി. അപ്പൊ എന്താ കലി കയറി? പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, SSLC എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ലേ എന്താണ് എല്ലാവരും ജയിപ്പിച്ച് എല്ലാവർക്കും ഫുൾ A+. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇന്നൊക്കെ അതെന്താണ്, എല്ലാവർക്കും A+ ആണ്. ഫുൾ A+ ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കണത്. ഫുൾ A+ ഇല്ലെങ്കിൽ എന്താണ്, ഫുൾ A+ ഇല്ലേ? അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്താണ് SSLC അപ്പോൾ ഇച്ചിരി ഉഴപ്പൊക്കെ ആണെങ്കിൽ എന്താണ് ഭയങ്കര കലിയോടുകൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, SSLC എഴുതുന്നത്. അപ്പോൾ കലി കയറി SSLC എഴുതിയ 52 പേര്. അപ്പോൾ എന്താണ്, കലി കയറിയിട്ടാണ് 52 പേര് എന്ത് ചെയ്യുന്നത്, SSLC എഴുതി. അവർക്ക് ദേശീയ വികസന സമിതിയിൽ എന്ത് ചെയ്തു, ജോലിയും കിട്ടി. അപ്പൊ കലി കയറി SSLC എഴുതിയ 52 പേർക്ക് ദേശീയ വികസന സമിതിയിൽ ജോലി കിട്ടിയെന്ന് ഓർത്താൽ മതി. അതായത് കലി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയത് 1952 കലിംഗ പ്രൈസ്. ഓക്കെ, അപ്പോൾ കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കലി കയറി എന്ന് പറയുന്നത്, 1952. ഇന്ത്യയിൽ SSLC ഏർപ്പെടുത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ന് തന്നെയാ 1952 SSLC ഏർപ്പെടുത്തിയത്, 1952. അടുത്ത് നോക്കിയേ, എവിടെയാ 52 പേർക്ക് എവിടെയാ ജോലി കിട്ടിയേ? ദേശീയ വികസന സമിതിയിൽ ജോലി കിട്ടി. ദേശീയ വികസന സമിതി
രൂപം കൊണ്ടത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണ് ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകൃതമായത് 1952. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. പ്രീവിയസ് ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് കലിംഗ പ്രൈസ് നൽകുന്നത് യുനെസ്കോ ആണ്. ഓക്കെ, അപ്പോൾ കലിംഗ പ്രൈസ് നൽകുന്നത് യുനെസ്കോ ആണ്. അതേപോലെ തന്നെ കലിംഗ പ്രൈസ് നൽകുന്ന, ഒരിക്കൽ PSC ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അന്ന് എല്ലാവർക്കും ഡൗട്ട് പഠിച്ചു. കലിംഗ പ്രൈസ് നൽകുന്ന സംസ്ഥാനം താഴെ പറഞ്ഞതിൽ ഏതാണ്? അത് ഒഡീഷയാണ്. ഓക്കെ, അപ്പോൾ കലിംഗ പ്രൈസ് നൽകുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഒഡീഷയാണ്. ഓക്കെ, അപ്പോൾ കലിംഗ പ്രൈസ് നൽകുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഒഡീഷ നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു? നീല ബോക്സ് ഓടയിലാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നീല ബോക്സ് ഓടയിലാണ്? അതായത് അലൂമിനിയം അതിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാന്ന് ചോദിച്ചാൽ അതേതാ? ഒഡീഷയാ. കണ്ടോ? അതേപോലെ തന്നെ നോക്കി, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? ഒഡീഷയാണ്. ഞാനിപ്പോ വരയ്ക്കാത്ത എന്താന്ന് വെച്ചാൽ മഞ്ഞ കളർ വരുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് വരയ്ക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്തേനെ, ഞാൻ മഞ്ഞ വരയിട്ട് പോയേനെ. അപ്പോൾ കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഒഡീഷയാണ്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ച മക്കളെ, അതും ഏത് തന്നെയാ? ഒഡീഷ തന്നെയാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ 5 കോഡാണ് നമ്മൾ പഠിച്ചത്. 5 കോഡും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡാണ്. പഠിച്ചു വച്ചാൽ 2 മാർക്ക് ഷുവർ ആണ്, ഷുവർ ഷോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B1 മുതൽ B12 വരെയാണ്. തറയിൽ നിന്നും കിട്ടിയ എന്താണ്? 5 പാൻറ്റും അതേപോലെ തന്നെ എന്താണ്? 6 പരിചയും 7 ബനിയനും വിറ്റ് എന്ത് വാങ്ങി? ബോളിയും 12 കുപ്പി, 9 ബോളിയും 12 കുപ്പി സൈനൈഡും വാങ്ങി. B1 മുതൽ B12 വരെ. വൈസ്രോയുടെ ആണ് വീക്ക കാമോ മോറ. അപ്പൊ എന്താണ്? ഏറ്റവും, അതായത് ഗവർണർ ജനറൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വില്യം ബെന്റിക്ക്, അവസാനത്തെ കാനിങ്. അതേപോലെ വൈസ്രോയി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കാനിങ്, അവസാനത്തെ മൗണ്ട് ബാറ്റൻ. ഇനി ഗവർണർ ജനറൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണെങ്കിൽ ആദ്യത്തെ ആരാണ്? മൗണ്ട് ബാറ്റൻ. അതേപോലെ തന്നെ അവസാനത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനായിട്ടുള്ളതും ആര് തന്നെയാ? C രാജഗോപാല ആചാര്യാണ്. ഇനി ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ളതാണ് നീല ബോക്സൈറ്റ് ഓടയിൽ നിന്നുള്ളത്. അപ്പോൾ എന്താണ്? നീല ബോക്സൈറ്റ്. നീല എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഒഡീഷയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു എന്ത്? 1965 പ്രത്യേകത എന്തായിരുന്നു? KSRTC ബസ്സിൽ ചെമ്മീൻ കയറ്റിയപ്പോൾ BSFകാർ കുഴലെടുത്ത് വെടിവെച്ചു. ഓക്കെ, കുഴലെടുത്ത് വെടിവെച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? KSRTC 1965 ചെമ്മീൻ സിനിമ. അതേപോലെ തന്നെ എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് 1965 വന്നത്. ഇനി ഇയർ 1952 പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്? 1950 പ്രത്യേകതയാണ് കലി കയറി SSLC എഴുതിയ 52 പേർക്ക് ദേശീയ വികസന സമിതിയിൽ ജോലി കിട്ടി. അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന 1952 പ്രത്യേകതകൾ മൊത്തം സെറ്റ് ആവും. അപ്പോൾ ഇന്ന് ഈ 5 കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക. അപ്പൊ നിങ്ങളിത് കണ്ടുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇപ്പൊ സമയം 12:24. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 12:24 ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും നേരം ഇരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് നമുക്ക് യൂട്യൂബിൽ കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഈ പറയുന്ന കമന്റ്, അതായത് യൂട്യൂബിൽ ഇട്ടേക്കണ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാറില്ല, അത് കാണാതെയോ അല്ലെങ്കിൽ അത് റിപ്ലൈ തരാതെയോ ഇരിക്കാറില്ല. നിങ്ങൾ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഏതൊരു മെസ്സേജ് നിങ്ങൾ അയച്ചാലും അതിന് ഉറപ്പായിട്ടും അന്ന് തന്നെ എന്താണ് ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പ്രതീക്ഷയോടെയും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചിലപ്പോൾ ഒരു മെസ്സേജൊക്കെ ആയിരിക്കാം നമ്മുടെ ലൈഫ് തന്നെ മാറുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ഒത്തിരി മെസ്സേജൊക്കെ അയക്കാനായിട്ട് പല ചാനലുകളാണെങ്കിലും അതേപോലെ തന്നെ ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിലും പണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര നമുക്ക് എന്താണ് ഈ പറയുന്ന മെസ്സേജ് അയക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ ഒരു വീഡിയോ കണ്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി മെസ്സേജ് അയക്കും. പക്ഷേ ആരും അതിന് റിപ്ലൈ ഒന്നും തരാറില്ല കേട്ടോ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഹായോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന ഒരു നല്ലതാന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയുക ആ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വീണ്ടും അത് എന്താണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനാണെങ്കിലും അതേപോലെ തന്നെ ആ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും അതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും.
അപ്പോൾ പലപ്പോഴും മെസ്സേജൊക്കെ അയക്കും, പക്ഷെ ആരും എന്ത് ചെയ്യത്തില്ല, തിരിച്ച് മെസ്സേജൊന്നും നമുക്ക് തരത്തുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താവും, പിന്നെ നമ്മൾ ആ അയക്കലും പരിപാടിയൊക്കെ നിർത്തും. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്താണ്, ഞാനിനി എന്തെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ തുടങ്ങുകയാണെങ്കിലും ഉറപ്പായിട്ടും ആർക്കും, അതായത് നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചാലും അതിന് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടോ, ഒരിക്കലും സിമ്പിൾ ഇടാറില്ല, ഞാൻ അതിന് അങ്ങനെ തന്നെയാണ് റിപ്ലൈ തരാറില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനവും പ്രതീക്ഷയും എല്ലാം എന്താണ്, നമ്മളൊരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നമ്മളത് പരിഗണിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിയുമോ, അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിക്കുകയോ, അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം നമുക്കതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രതീക്ഷ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ ഇപ്പോൾ സമയം 12:26. അപ്പോൾ അതെ, 12:26 സമയം. അപ്പോൾ ഇത്രയും സമയമായി, ഇനി ഇത് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്കിനി എന്ത് ചെയ്യാനായിട്ട്, ബാക്കി കിടക്കാനായിട്ട്. നാളെ ഇപ്പോൾ രാവിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം മക്കളെ. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാനിത് പറഞ്ഞത്. കാരണം എന്താണ്, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലി എന്ന് പറയുന്നത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുതാണ് കാശ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. കാശ് വേണം, കാശ് ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു കാശ് നമുക്ക് കയ്യിൽ വന്നാൽ മതി. അത്യാർത്ഥിയൊന്നും ആർക്കും പാടില്ല. അപ്പോൾ നമ്മൾ വന്ന വഴിയൊന്നും ഒരിക്കലും മറക്കരുത്, നമ്മളെ സഹായിച്ചവരെയും നമ്മുടെ കൂടെ നിന്നവരെയും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ ഞാൻ അന്ന് ഒരു ഒത്തിരി ആളുകൾക്ക് വേണ്ടി നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അടുത്ത ദിവസം തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ഞായറാഴ്ചത്തേക്ക് കിട്ടില്ല ക്ലാസ്, അതായത് നിങ്ങൾക്ക് 2023 to 24 വരെ ഉള്ളതോ അല്ലെങ്കിൽ 22 to 21 1 ഇയർ കംപ്ലീറ്റ് കറണ്ട് അഫയറിന്റെ ഒരു സെറ്റ് ക്ലാസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചൊരു ജോലി അതാണ് ഏറ്റവും വലുത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, കിട്ടില്ലമായിട്ട് നിങ്ങൾ പഠിച്ച ഉറപ്പാണ് ജോലി ഉറപ്പായിട്ടും കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഹോട്ട് ഓഫീസ് കറക്റ്റായിട്ട് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു OMR ബുക്ക്ലെറ്റ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ OMR ബുക്ക്ലെറ്റ് തന്നെ വച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.